പ്രാണപ്രതിഷ്ഠയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ക്ഷണം കിട്ടിയിരുന്നോ? ജെ.സി. തോമസ്, മാറിയാൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ക്ഷണം കിട്ടിയിരുന്നോ? കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ട് ഒരു മറുപടി കത്തയച്ചു ഇതുപോലെ. പ്രാണപ്രതിഷ്ഠയും ഇവിടെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമവും ഒന്നാണെന്ന് ചിന്തിക്കണമെങ്കിൽ വിലയിരുത്തി പ്രഖ്യാപിക്കണമെങ്കിൽ ജെ.സി. തോമസ്, ഈ പ്രാണപ്രതിഷ്ഠ ആ സർക്കാർ പരിപാടിയായി നടത്തിയതാണ്. പ്രാണപ്രതിഷ്ഠ ജെ.സി. തോമസ്, പ്രാണപ്രതിഷ്ഠ ആ സർക്കാർ പരിപാടിയായി നടത്തിയതാണ് അല്ലേ? അല്ല, അതിന് ക്ഷണം മുഖ്യമന്ത്രിക്ക് അയച്ചതാണോ? താങ്കൾ ഉണ്ടെന്നാ പറയുന്നത് അല്ലേ? താങ്കൾ പറയുന്ന യുക്തിയാണെങ്കിൽ യോഗി ആദിത്യനാഥ് അവിടുത്തെ മുഖ്യമന്ത്രി എന്നുള്ളത് ക്ഷണിക്കുകയാണെങ്കിൽ അവിടുന്ന് മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് മറുപടി അയക്കുകയാണെങ്കിൽ അതേ യുക്തി ഇവിടെ ബാധകമാണ്. അതെന്റെ ചോദ്യം, അത്രേ ഉള്ളൂ. അതല്ല രണ്ട് പരിപാടി ഒരു പരിപാടി ഞാൻ പറയുന്നതല്ല. അപ്പൊ തിരികെ ഞാൻ പറയാം. തിരികെ ഞാൻ പറയാം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങും ശബരിമലയിൽ പമ്പയുടെ മണൽത്തട്ടിൽ നടന്ന ഈ വിശ്വമാനവികരുടെ മഹാസംഘവും ഒന്നാണെന്ന് ചിന്തിക്കണമെങ്കിൽ അസാധാരണമാം വിധം യുക്തി ചിന്ത വീട്ടിലെ ഫ്രീസറിനുള്ളിൽ വെച്ചിട്ട് വന്ന് താങ്കളെ അധിക്ഷേപിച്ചുള്ളൂ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതല്ലെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇല്ല അധികം പിടിക്കണ്ട ജയിക്ക്. എന്റെ ചോദ്യം അതല്ല. പ്രാണപ്രതിഷ്ഠ അവിടുത്തെ ഒരു സർക്കാർ പരിപാടിയാണ്. അല്ലല്ല ജയിക്ക് അധികം പിടിക്കണ്ട. പ്രാണപ്രതിഷ്ഠ അതൊരു സർക്കാർ പരിപാടിയാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് കത്തുണ്ടായിട്ടുണ്ടാവാം എന്നാണ് താങ്കൾ പറഞ്ഞത് അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിക്ക് ക്ഷണക്കത്തുണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ആ കത്തിന് മറുപടി കൊടുത്തിട്ടുണ്ടോ മുഖ്യമന്ത്രി താങ്കൾക്ക് അറിയില്ല. അതേ യുക്തിയാണെന്നുണ്ടെങ്കിൽ ആ യുക്തിയാണ് ചോദിക്കുന്നത്. ആ യുക്തി മാത്രമേ ചോദിച്ചുള്ളൂ. ഈ രണ്ടു പരിപാടിയും ഒന്നാണെന്ന് ഞാൻ കരുതുന്നുമില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ അധികം പിടിക്കണ്ട. അല്ല ആ യുക്തി എന്താ പ്രശ്നം? ഞാൻ ഏതിൽ കയറി പിടിക്കണം എന്നുള്ളത് 24 ന്യൂസിലെ വാർത്താ അവതാരകനല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ ഏതിൽ പിടിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. യോഗി ആദിത്യനാഥിനെ 1-ാം നമ്പർ വർഗീയവാദി എന്ന് വിളിക്കുന്ന ജെ.സി. തോമസ്, യോഗി ആദിത്യനാഥിനെ 1-ാം നമ്പർ വർഗീയവാദി എന്ന് വിളിക്കുന്ന ജെ.സി. തോമസ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചതിനെ ഇരുന്ന് ന്യായീകരിച്ച് മെഴുകുക. സഹതാപം തോന്നുന്നുണ്ടോ ജയിക്ക്? നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് നോക്ക്. അങ്ങ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങേക്ക് പ്രായത്തിലും അനുഭവത്തിലും എന്നേക്കാൾ അല്പം കൂടെ വലിപ്പമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രായത്തിലെങ്കിലും അങ്ങയുടെ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് പ്രതിനിധി ആരുമാവട്ടെ, അദ്ദേഹം ഒരു ന്യായവാദം അവരവരുടെ കോണിൽ അവതരിപ്പിക്കുമ്പോൾ മെഴുകുകയാണ് എന്ന് പറയുന്നത് എത്രമാത്രം മര്യാദകേടാണ്. അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങേക്കാൾ പ്രായത്തിൽ താങ്കൾ എന്നെ പറ്റി ജൽപ്പനം എന്ന് പറയാം അല്ലേ? താങ്കൾക്ക് എന്നെ പറ്റി ജൽപ്പനം എന്ന് പറയാം. എന്താണ് തലച്ചോറ് ഫ്രീസറിൽ വെച്ചോ എന്ന് അധിക്ഷേപം പറയാം. അങ്ങയുടെ പ്രയോഗം അല്ല താങ്കൾ പറഞ്ഞ പ്രയോഗങ്ങളോ ജയിക്ക്? അതല്ല താങ്കൾ പറഞ്ഞ പ്രയോഗങ്ങളോ? അല്ല, അങ്ങ് മെഴുകുകയാണെന്ന്. അല്ലല്ല, താങ്കൾ എന്നെ എത്ര വ്യക്തികളും അധിക്ഷേപിക്കാൻ വേണ്ടിയോ? മെഴുകുകയാണെന്ന് ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയ ചോദ്യമാണ്. അതായത് 1-ാം നമ്പർ വർഗീയവാദി എന്ന് യോഗിയെ വിളിക്കുന്ന ജെ.സി. തോമസ് യോഗിയെ ആ വേദിയിലേക്ക് ക്ഷണിച്ച ആ സംഭവത്തെ ജയിക്കിരുന്ന് ന്യായീകരിക്കുക എന്നാ പറയുന്നത്. ഞാൻ ചോദ്യം രാഷ്ട്രീയമാ അല്ല വ്യക്തിപരമല്ല. ഇല്ല, ഞാനും അത്രേ ഉള്ളൂ. ഞാൻ അങ്ങയുടെ പേര് പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ചർച്ചയിൽ ഒരു ചർച്ചയിലും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? ഞാനും രാഷ്ട്രീയം മാത്രമേ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അങ്ങ് തിരിച്ചു പറഞ്ഞതെന്താണ്? അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ വാദങ്ങളെ കണ്ടിച്ചുകൊണ്ട് ഞാൻ എന്റെ വാദം അവതരിപ്പിക്കുമ്പോൾ അങ്ങേയറ്റം ഏറ്റവും മോശകരമായി ഒരു സംവാദത്തിലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ കരുതുന്ന കേവലം മുഖമില്ലാത്ത ഏതെങ്കിലും സൈബർ ഹാൻഡിലുകൾ ഉപയോഗിക്കുന്ന ഒരു വാദം, ഒരു വാക്ക് ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ല താങ്കൾ രാഷ്ട്രീയം പറഞ്ഞോളൂ. താങ്കൾ ഈ യോഗിയെ വിളിക്കുന്നതിന് ന്യായവും പറഞ്ഞോളൂ. അല്ലല്ല ജയിക്ക്, താങ്കൾ ഈ യോഗിയെ വിളിച്ചതിന് ന്യായം ഇനിയും ആവർത്തിച്ചോളൂ. അതോടൊപ്പം വെള്ളാപ്പള്ളിയെ പോലെ കൊടിയ വർഗീയവാദം തുപ്പുന്ന ഒരിക്കൽ കേരള തൊഗാഡിയ എന്ന് വിളിച്ച വെള്ളാപ്പള്ളിയെ സ്വന്തം കാറിൽ മുഖ്യമന്ത്രി വിളിച്ചു വന്നിട്ട് സർവധർമ്മ മതഭാവനെ പറ്റി പറയുന്നതിലെ പൊള്ളത്തരം കൂടി പറയുമെന്ന് ജയിക്ക്. തീർച്ചയായിട്ടും SNDP യോഗം ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചും അങ്ങ് സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളെ കുറിച്ചും പറയാം. പക്ഷെ അതിന് തൊട്ട് മുമ്പ് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരുള്ളൂ. കാരണം എന്താണ്? ഒന്ന്, മെഴുകൽ ഒരു മോശം പദമാണെന്ന് അങ്ങേക്ക് അറിയില്ല. സത്യസന്ധമായി ഞാൻ കരുതുന്നു 24 ന്യൂസിൽ നിങ്ങൾ പരസ്പരം സഹപ്രവർത്തകർ, നിങ്ങളുടെ എഡിറ്റോറിയൽ ടീമുകൾ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോൾ ഇതൊന്നും മെഴുകല്ലേ എന്നായിരിക്കും പരസ്പരം പറയുന്നത്. അത് നാലാൾ കേൾക്കുന്ന ഒരു ചർച്ചയുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിന്റെ സംസ്കാരം കയ്യിൽ വെക്ക്. ജയിക്ക് അവതാരകനായ എന്നെ എന്തൊക്കെ വ്യക്തിപരമായി പറഞ്ഞു, പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ജൽപ്പനം മുൽപ്പനം എന്തൊക്കെ പറഞ്ഞു താങ്കൾ. അല്ല, അങ്ങനത്തെ ചോദ്യം ചോദിച്ചല്ലോ. താങ്കൾക്ക് പോകേണ്ട ആവശ്യം, താങ്കൾ ഒരുപാട് പറഞ്ഞു. ബുദ്ധിമുട്ട് അങ്ങോട്ട് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ ചോദിച്ച 4 ഭാഗങ്ങളെ കുറിച്ച് മറുപടി പറയാൻ തന്നെ പറഞ്ഞേ. ഞാൻ ഒരു ഭാഗത്തെ കുറിച്ച് മറുപടി പറയാൻ അങ്ങേക്ക് പൊള്ളുന്നത് എന്താണ്?
ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യം എന്താ, അങ്ങ് സമീകരിച്ചു പ്രാണപ്രതിഷ്ഠയും ഇവിടുത്തെ വിശ്വമാനവികതയുടെ മഹാസംഘവും. ഞാൻ ഒരു വാചകവും കൂട്ടി പറയുന്നില്ല കേട്ടോ, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നില്ല. PM ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിലെ സാംസ്കാരിക മുഖം 4 വരി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വെടിവെച്ചിട്ട പള്ളിയുടെ പച്ചയിറച്ചി തിന്നവരെ നിങ്ങൾ തിന്നത് നിങ്ങളുടെ ഇറച്ചിയാണ് എന്ന് ബോധ്യമാവുന്ന കാലം വരിക തന്നെ ചെയ്യും. അതാണ് പ്രാണപ്രതിഷ്ഠ. ഇത് തത്വമസി. വാവരെ സ്വാമിയെ കണ്ട് അയ്യപ്പനെ കണ്ട് തൊഴുതു വണങ്ങിപ്പോകുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ മതനിരപേക്ഷപൂർണമായ ആരാധനാ സംഗമം. ഇത് രണ്ടും ഒന്നാണെന്ന് പറയണമെങ്കിൽ യുക്തിചിന്ത ഫ്രീസറിലല്ല, ഫ്രീസറിന്റെ 7 അയലത്തുള്ള പറമ്പിൽ പോലും വെച്ചിട്ടുള്ളത് നമുക്ക് പറയാൻ. എന്റെ നേർക്കുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത് കാരണം അങ്ങ് ഞാൻ പറയാത്ത കാര്യം കയറി വെടിവെക്കാണ് ജയിക്കെ. എന്റെ നേർക്കുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത് കാരണം എന്റെ ചോദ്യം എന്തായിരുന്നു? പ്രാണപ്രതിഷ്ഠയ്ക്ക് മുഖ്യമന്ത്രിക്ക് ക്ഷണമുണ്ടോ? ചോദ്യത്തിന് ക്ഷണമില്ല എന്ന് താങ്കളുടെ നിലപാടില്ല. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുഖ്യമന്ത്രിക്ക് ക്ഷണമുണ്ടോ എന്ന് ചോദ്യത്തിന് ക്ഷണമില്ല എന്ന് ജയിക്കുന്ന നിലപാടില്ല. അതിന് മറുപടി കൊടുത്തോ എന്ന് ജയിക്കാൻ അറിയില്ല. അറിയുമോ? എനിക്കറിയില്ല. അതേ ചോദിച്ചുള്ളൂ. എനിക്കറിയില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അതേ ചോദിച്ചുള്ളൂ സാറേ. അത് മാത്രമേ ചോദിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരു കത്തയക്കുന്നത് പോലെ ഉള്ളോ നമ്മുടെ സർക്കാരിന് യോഗിയുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ UP-യുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് യോഗിക്ക് ഒരു കത്തയക്കൽ അത്രയുള്ളോ നമ്മുടെ രാഷ്ട്രീയം എന്നേ ചോദിച്ചുള്ളൂ ജയിക്കെ. അതല്ല സമീകരിക്കൽ, എന്തോ യുക്തി എന്തെടുത്ത് ഫീസിൽ വെക്കലൊക്കെ അപ്രസക്തമാണ്. ഞാൻ പറഞ്ഞത് ഇത് അത് അപ്രസക്തമായിക്കോട്ടെ, അങ്ങേക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരിക്കാം. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഈ 2 ഏർപ്പാടും കൂടെ സമീകരിച്ച് വെച്ചിട്ട് ഇതിന് രണ്ടിനും കത്തയക്കുന്നത് ഒരുപോലെയാണോ എന്ന് ചോദിച്ചാളുടെ യുക്തിചിന്തയെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പറഞ്ഞതാണ്. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഈ PM ഗോപികൃഷ്ണന്റെ കവിത രചിക്കുന്ന സാഹചര്യം, വെടിവെച്ചിട്ട പള്ളിയുടെ പച്ചയിറച്ചി തിന്നവരെ നിങ്ങൾ തിന്നത് നിങ്ങളുടെ ഇറച്ചിയാണ് എന്ന് ബോധ്യമാവുന്ന കാലം വരിക തന്നെ ചെയ്യും എന്ന് നൊന്തു തല്ലി കവിത എഴുതിയ ദിവസം പോലെയാണോ ഇന്ന് വിശ്വമാനവികതയുടെ മഹാസംഗമം? എന്താണ് അതിനെ കുറിച്ച് പറയേണ്ടത്? ഇപ്പോ RV ബാബു കുറച്ച് ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ചു. എനിക്ക് പറയാനുള്ള പാണ്ഡിത്യമില്ല. ഞങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ പള്ളി നടേശനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, കോൺഗ്രസ് പ്രതിനിധി അതിനോട് കൂട്ടിച്ചേർത്തനോട് ചോദിച്ചു, വർഗീയയുടെ കാളിമ പുലർത്തുന്ന ഇത്തരം ആളുകൾ അവിടെ വന്നില്ലേ? SNDP യോഗം ജനറൽ സെക്രട്ടറിയും NSSന്റെ ജനറൽ സെക്രട്ടറിയും KPMS ജനറൽ സെക്രട്ടറിയും ദലിത് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ 28 സംഘടനകൾ അവിടെ 28 സംഘടനകൾ ആരും പച്ച വർഗീയത പറയുന്ന ആളല്ല ജയിക്കെ. ഇവരൊക്കെ പരമമായ വർഗീയത പറയുന്ന, വിജിലൻസ് അന്വേഷിക്കുന്ന ഒരു തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ വരുന്നത് പ്രശ്നമില്ലേ ജയിക്കെ? സംസ്ഥാനത്തിന് വിജിലൻസ് അന്വേഷിക്കുന്ന സംസ്ഥാന ഫണ്ട്, എന്റെയും ജയിക്കിന്റെയും ഫണ്ടുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയാണ്. നിരന്തരം ഇസ്ലാം വിരുദ്ധതയും നിരന്തരം ക്രൈസ്തവ വിരുദ്ധതയും എല്ലാ വേദിയിലും തുപ്പുന്ന ഒരു വർഗീയവാദിയാണ്. CM-ന്റെ വണ്ടിയിൽ വരുന്നതിന് ഒരു കുഴപ്പമില്ലേ? വർഗീയത പറയുമ്പോ ആ വർഗീയത പറയുന്ന അവസരത്തിൽ അവരെയും അവരുടെ നിലപാടിനെയും മുഖമടച്ച് തള്ളിക്കളയുകയും മുഖ്യമന്ത്രി സ്വന്തം വാഹനത്തിൽ സമൂഹത്തിന് തുറന്നു കാട്ടുക. ശരി അങ്ങനെ തള്ളിപ്പറയുകയും മുഖ്യമന്ത്രി സ്വന്തം വാഹനത്തിൽ സർവ്വധർമ്മ സമഭാവനയുടെ വേദിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നിലപാടാണ് നിലപാട്.